ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബോർഡർ ഐഡിയാസ് ആണ്. ഒന്നോ രണ്ടോ ബോർഡർ ഐഡിയാസ് ഒന്നല്ല, 15 ബോർഡർ ഐഡിയാസ് ഇതിൽ കാണിക്കുന്നുണ്ട്. എല്ലാം വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ നമ്പർ 1 ബോർഡർ ഐഡിയക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാനൊരു ലാവൻഡർ കളർ മാർക്കർ എടുത്തിട്ടുണ്ട്. ആ മാർക്കർ യൂസ് ചെയ്ത് ഇതേപോലെ നോർമലായിട്ട് ബോർഡർ വരച്ചു കൊടുക്കുക. പിന്നെ ഇതേപോലെ സിമ്പിളായിട്ട് ഹാർട്ടും റിബണും കൂടി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് വൺ റെഡിയായി. ഇനി നമുക്ക് സെക്കൻഡ് ഐഡിയ നോക്കാം. ഇത് കുറച്ചും കൂടി എലഗന്റ് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിനാദ്യം തന്നെ ഞാനൊരു ഗ്രീൻ കളർ മാർക്കർ എടുത്ത് ഈ ഒരു രീതിയിൽ കുറച്ച് സർക്കിൾസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു വലിയൊരു വര വരച്ചു കൊടുത്തിട്ട് നമ്മൾ എവിടേക്കാണോ ആ ഒരു ഗ്രീൻ കളർ സർക്കിൾ വരച്ചിട്ടുള്ളത് അവിടെയൊക്കെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഡിസൈനും കൂടി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് അതേ ഗ്രീൻ കളർ മാർക്ക് യൂസ് ചെയ്ത് വര വരച്ചതിന് ശേഷം ബ്ലാക്ക് കളർ പെൻ യൂസ് ചെയ്ത് ഡോട്ടഡ് ലൈൻസ് പോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അതോടെ നമ്മുടെ രണ്ടാമത്തെ ബോർഡറും സെറ്റായി. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. പേഴ്സണലി ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇത് നിങ്ങൾക്ക് ഹൈലൈറ്റർ പെൻസൊക്കെ യൂസ് ചെയ്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും. അപ്പോൾ മാർക്കറൊക്കെ യൂസ് ചെയ്ത് ഇതേപോലെ വരച്ചതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പ് എനിക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതായത് ഇതേപോലെ മുകളിൽ നിന്നും താഴെ നിന്നൊക്കെ വരുന്ന പോലെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊള്ളാക്കുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് തന്നെ ഇതേപോലെ ബോർഡർ ഒന്ന് തിക്കായിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ ഇതേപോലെ കുറച്ച് റിബണും സ്പാർക്കിൾസും ഒക്കെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായി. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഈ ഒരു ബോർഡർ ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. രണ്ട് കോർണറിലും അത് ചെയ്തതിന് ശേഷം ഇതേപോലെ ഡോട്ടഡ് ലൈൻസ് കൂടി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അപ്പോൾ നമുക്ക് ആറാമത്തെ നോക്കാം. ഇത് ഏത് കുട്ടി പിള്ളേർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. ഇതേപോലെ ഒരു ഹാർട്ട് വരച്ചു കൊടുക്കുക, പിന്നെ ഒരു കുത്തിട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇതേപോലെ രണ്ട് കോർണറിലും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ 6th വൺ റെഡിയായി. സിമ്പിളുമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇച്ചിരി നല്ല വർക്കുള്ള ഒരു സംഭവമാണ്. ഇതേപോലെ 3 കളേഴ്സിലായിട്ടാണ് ഞാൻ ഈ സ്ക്വയേഴ്സ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതേപോലെ ലൈനും കൂടി വരച്ചു കൊടുക്കുക. അതിൽ കുറച്ച് ലീവ്സും വരച്ചു കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതേപോലെ ഒരു ഡോട്ടഡ് ലൈൻ കൂടി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി. അപ്പോൾ നമുക്ക് 8th വൺ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു ബ്രാഞ്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഫ്ലവേഴ്സിന് വേണ്ടി ഞാനിവിടെ നമ്മുടെ ബഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇയർബഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ഇതേപോലെ പെയിന്റിൽ ഡിപ്പ് ചെയ്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, അത് റെഡിയായി. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് മൂന്ന് തുലിപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കളർ ചെയ്ത് ഭംഗിയാക്കി എടുക്കുക. പിന്നെ ആ ഒരു കളർ യൂസ് ചെയ്ത് തന്നെ ഞാൻ ഇതേപോലെ ഒരു വേവി ബോർഡറാണ് വരച്ചു കൊടുത്തത്. അതിൻ്റെ മുകളിൽ കൂടെ ഇതേപോലെ ഡോട്ടഡ് ലൈൻസ് കൂടി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡർ റെഡിയായി. ഇനി നമുക്ക് 10th വൺ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതേപോലെ 2 ലൈനാണ് വരച്ചു കൊടുക്കുന്നത്. അതിൽ ഇതേപോലെ ഡോട്ടഡ് ഹാർട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അതൊന്ന് ഇതേപോലെ ഫുള്ളും വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 10th വൺ സെറ്റായി. അപ്പോൾ നെക്സ്റ്റ് വൺ നമ്മുടെ 11th വൺ ആണ്. ഇത് ഭയങ്കര സിമ്പിളും ആണ്, പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട്. ഇതേപോലെ റാൻഡം ആയിട്ട് ഒരു വേവ് പാറ്റേൺ വരച്ചു കൊടുക്കുക. അതിന്റെ മുകളിൽ തന്നെ അതേപോലത്തെ ഒരെണ്ണം കൂടി വരച്ചു കൊടുക്കുക. പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. പിന്നെ ഇടയിലായിട്ട് ഇതേപോലെ കുറച്ച് സ്പാർക്കിൾസും കൂടി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐഡിയ നോക്കാം. അപ്പോൾ ഈ ഒരു സംഭവം കുറച്ചും കൂടി അബ്സ്ട്രാക്ട് ടൈപ്പ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിവിടെ ഒരു ഗ്രീനും പിന്നെ ഒരു സ്കിൻ ടൈപ്പ് കളറും എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇതേപോലെ ഒരു വിഗ്ലി പാറ്റേൺ വരച്ചു കൊടുക്കുക. പിന്നെ ഒരു ബ്ലാക്ക് പെൻ യൂസ് ചെയ്ത് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ ഷേപ്പിലൊന്നും വേണമെന്നില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട്. നോർമൽ ബോർഡറിനെക്കാളും കുറച്ച് സ്പേസ് വിട്ട് വരച്ചു കൊടുക്കാം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെയായിരിക്കും ബോർഡർ വരച്ചു കൊണ്ടുവരിക. അതാകുമ്പോൾ കൂടുതൽ പ്രൊജക്റ്റ് ഒന്നും എഴുതാനുണ്ടാവില്ല. ആ പകുതി സ്പേസ് അങ്ങ് ബോർഡറിൽ തന്നെ അങ്ങ് പോകും. പക്ഷെ ചില ടീച്ചേഴ്സൊന്നും അത് സമ്മതിക്കില്ല, വീണ്ടും റീറൈറ്റ് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ എഴുതാൻ മടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത്. അപ്പോൾ സൈഡിൽ ഇതേപോലെ കുറച്ച് ക്ലൗഡ്സ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ബ്ലൂ കളർ കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ എഴുതാൻ മടിയുള്ളവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ബോർഡർ ഐഡിയ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ആദ്യം തന്നെ ഇതേപോലെ 2 സൈഡിലും ബോർഡേഴ്സ് വരച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു സ്പേസിൽ ഇതേപോലെ ഒരു വിഗ്ലി ഡിസൈൻ ഒക്കെ വരച്ചു കൊടുക്കുക. പിന്നെ അതൊന്ന് വേറൊരു കളർ യൂസ് ചെയ്ത് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും ലൈറ്റ് കളർ കൊണ്ട് ചെയ്യേണ്ടായിരുന്നു. ഞാനിവിടെ ബ്രൗൺ കൊണ്ടൊക്കെയാണ് ചെയ്തത്. അതുകൊണ്ട് വലിയ ഭംഗിയൊന്നും തോന്നിയില്ല എനിക്ക്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വൺ, അതായത് 15th വൺ നോക്കാം. അതിനുവേണ്ടി ഈ ഒരു ലീഫാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഇതേപോലെ 4 സൈഡിലും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് മിനിമൽ ഡിസൈൻ ആണ്. അധികം വലിയ വർക്കൊന്നുമില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ അസൈൻമെന്റ് ബോർഡർ ഐഡിയ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബ് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.